ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെ റീപ്പോർട്ടിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെ റീപ്പോർട്ടിംഗ് വളരെ സിമ്പിളാണ്. പിന്നെ നമ്മൾ ഫെലനോപ്സിസ് ഓർക്കിഡ് റീപ്പോർട്ട് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ റീപ്പോർട്ട് ചെയ്തതിന് ശേഷവും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്ലാന്റിൽ പെട്ടെന്ന് തന്നെ പുതിയ റൂട്ട്സ് ഉണ്ടാവുകയും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്ത് നമുക്കൊരുപാട് പുതിയ പൂക്കൾ കിട്ടുകയും ചെയ്യും. നമ്മൾ ജസ്റ്റ് കുറച്ചൊരു കെയർ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഞാൻ ഇക്കഴിഞ്ഞ ജനുവരിയിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച മീഡിയം സൈസ് പ്ലാന്റ് ആണ്. അപ്പോൾ പ്ലാന്റ് വാങ്ങിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ റീപ്പോർട്ട് ചെയ്തത്. നിങ്ങൾ ഇതേപോലെ പ്ലാന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ തന്നെ റീപ്പോർട്ട് ചെയ്യാനാണ് നല്ലത്. ബിഗിനേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച്. കാരണം നമ്മൾ ഇതേപോലെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കണ പ്ലാസ്റ്റിക് പോട്ടിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് ചില സമയത്ത് കൂടിപ്പോയാൽ പോട്ടിൽ വെള്ളം തങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട്. ആദ്യമായിട്ട് ചെടി വാങ്ങിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പോട്ടിൽ ഒഴിച്ചേക്കണ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണോ കുറവാണോ എന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ഫെലനോപ്സിസ് ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ ചില സമയത്ത് വേര് ചെയ്യാനും അതേപോലെ തന്നെ ചെടി കേടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇതേപോലെ പോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ വേറെ പരന്ന പ്ലാസ്റ്റിക് പോട്ടിലേക്കോ അല്ലെങ്കിൽ മൺചട്ടിയിലേക്കോ റീപ്പോർട്ട് ചെയ്യാനാണ് നല്ലത്. ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് ഈ പ്ലാസ്റ്റിക് പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ 2 വിരലുകൾ ഇലകളുടെ ഇടയിൽ ഇതേപോലെ വെച്ച ശേഷം പോട്ട് പതുക്കൊന്ന് ചരിച്ചു കൊടുത്താൽ മതി. അപ്പം തന്നെ നമ്മുടെ പ്ലാന്റ് കംപ്ലീറ്റ് പോട്ടിംഗ് മീഡിയ അടക്കം പുറത്തേക്ക് വരും. നമ്മൾ ഇതേപോലെ ഡെൻഡ്രോബിയത്തിൻ്റെ പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. നേരെ മറിച്ച് ഫെലനോപ്സിസിൻ്റെ നമുക്ക് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പ്ലാന്റ് പതുക്കെ ഇങ്ങനെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഒരുവിധം ഇതിലെല്ലാ ചകിരിയുടെ പീസും താഴത്തേക്ക് വീണോളും. ബാക്കിയുള്ള പീസുകൾ നമ്മൾ കൈകൊണ്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് അടർത്തിയെടുത്താൽ മതി. ഈ പോട്ടിംഗ് മീഡിയം കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കളയണം. ഈ ചകിരിയുടെ പീസ് ഇതിലിരിക്കും തോറും വേര് ചെയ്യാനും അതേപോലെ തന്നെ ചെടിയിൽ ഇൻഫെക്ഷൻസ് വരാനും സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇതിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ചകിരിയുടെ കഷ്ണങ്ങൾ നമ്മൾ അധികം ഫോഴ്സ് കൊടുത്തിട്ട് മാറ്റാൻ നോക്കണ്ട. അധികം ഫോഴ്സ് കൊടുക്കും തോറും ആ ഭാഗത്തെ വേര് ചെറുതായിട്ട് പൊട്ടാനും ചാൻസ് ഉണ്ട്. അപ്പം ഞാനിവിടെ ചകിരിയുടെ കഷ്ണങ്ങൾ ഒരുവിധം എല്ലാം നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇതിലെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുകളാണ്. കേടായിട്ടുള്ള വേരുകൾ ഇതിലൊന്നും തന്നെ ഇല്ല. ഡെഡ് ആയിട്ടുള്ള വേരുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ വൈറ്റ് കളറിൽ കാണുന്നത് ഏരിയൽ റൂട്ട്സ് ആണ്. ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് ഏതെങ്കിലും ഒരു ഫംഗിസൈഡിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഞാനിവിടെ സാഫാണ് ഉപയോഗിക്കുന്നത്. 1 ലിറ്റർ വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ഗ്രാം സാഫ് ഇട്ട് കൊടുക്കുക. ഫംഗിസൈഡൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കയ്യിൽ ഗ്ലൗസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിവിടെ ഇത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് സാഫ് അല്ലെങ്കിൽ സ്യൂഡോമോണസ് അങ്ങനെ വേറെ ഏതെങ്കിലും ഫംഗിസൈഡ് വേണമെങ്കിൽ ഉപയോഗിക്കുക. ഞാൻ സ്ഥിരമായിട്ട് സാഫ് തന്നെയാണ് ഉപയോഗിക്കാറ്. ഇത് ഞാൻ നമ്മുടെ പ്ലാന്റിൻ്റെ ഈ വേരിൻ്റെ ഭാഗം പൈപ്പിൽ റണ്ണിങ് വാട്ടറിൻ്റെ കീഴെ ജസ്റ്റ് പതുക്കെ കൈകൊണ്ടൊന്ന് റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതാണ്. നമുക്ക് നേരത്തെ കൈകൊണ്ട് നീക്കാൻ പറ്റാഞ്ഞ പോട്ടിംഗ് മിക്സൊക്കെ ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് ഒരുവിധം അങ്ങനെ പൊക്കോളും. പൈപ്പിൽ വെള്ളത്തിൻ്റെ താഴെ ഇങ്ങനെ ചെയ്തതിന് ശേഷവും ഇതിൽ പിന്നെയും വല്ലതൊക്കെ പറ്റിപ്പിടിച്ചിരിക്കണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. നമ്മൾ പിന്നെ ബലം പ്രയോഗിക്കേണ്ട. ഇത് മുറ്റത്തെ പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചായതുകൊണ്ട് എനിക്കിത് ചെയ്യണ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് ഫംഗിസൈഡിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഈ പ്ലാന്റിൻ്റെ വേരിൻ്റെ ഭാഗം മാത്രം മുങ്ങണ വിധത്തിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. ഇത് 10 മിനിറ്റിൽ കൂടുതലൊന്നും വെക്കരുത്. കൂടുതൽ സമയം വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ കേടായി പോവും. പിന്നെ പോട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കരിയാണ് എടുത്തിട്ടുള്ളത്. ഫെലനോപ്സിസ് പോട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല മീഡിയം കരി തന്നെയാണ്. അത്യാവശ്യം നല്ല സൈസ് കരി തന്നെ എടുക്കുക. വലിയ പീസ് കരിയാവുമ്പോൾ പോട്ടിൽ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും. ഇത് വേരുകൾ നന്നായിട്ട് വളരാനും സഹായിക്കും. ഈ കരി ഞാൻ വെള്ളത്തിൽ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി ഫംഗിസൈഡിൽ ഒരു ദിവസം മുഴുവനും മുക്കി വെച്ച ശേഷം വെയിലത്ത് ഉണക്കിയെടുത്തതാണ്. പിന്നെ പോട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു പരന്ന പ്ലാസ്റ്റിക് ചട്ടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതേപോലെ സൈഡിലും താഴെയും നല്ലപോലെ ഹോൾസ് ഉള്ള ഒരു പോട്ട് വേണം നമ്മൾ പ്ലാന്റ് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും സെലക്ട് ചെയ്യാൻ. ഈ പോട്ടിൽ എപ്പോഴും നല്ല എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ ഡെൻഡ്രോബിയത്തിന് സാധാരണ യൂസ് ചെയ്യണ പോലത്തെ ആ ഒരു കുഴിയുള്ള ടൈപ്പ് പ്ലാസ്റ്റിക് പോട്ടിനേക്കാളും ഇങ്ങനത്തെ പരന്ന പ്ലാസ്റ്റിക് പോട്ടാണ് ഫെലനോപ്സിസിന് കുറച്ചും കൂടി നല്ലത്. പിന്നെ വെള്ളം നന്നായിട്ട് അടിയിൽ കൂടി വാർന്നു പോകാൻ വേണ്ടി ചട്ടിയുടെ അടിയിലും ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പോട്ടിൻ്റെ അടിയിൽ ഹോൾസ് ഇല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിയിട്ട് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടിയും ഉപയോഗിക്കുക.
ഫെലനോപ്സിസിന് മൺചട്ടിയും വളരെ നല്ലതാണ്. ഇത് കുറച്ചും കൂടി വലിയൊരു ചട്ടിയാണ്. ഇത് ഞാൻ 4 വർഷം മുമ്പ് നട്ട ഒരു ഫെലനോപ്സിസ് പ്ലാന്റ് നന്നായിട്ട് വളർന്ന് വേരൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വന്ന് കിക്കീസൊക്കെ ആയപ്പോൾ കുറച്ചും കൂടി വലിയൊരു പോട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ ചട്ടി. ഈ ക്ലേ പോട്ടിലും വെള്ളം നന്നായിട്ട് അടിയിൽ കൂടെ വാർന്ന് പൊക്കോളും. ഇനി നമുക്ക് പോട്ടിലേക്ക് കരി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം കുറച്ച് വലിയ പീസ് കരി തന്നെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ പോട്ടിൽ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ ആദ്യം തന്നെ കംപ്ലീറ്റ് കരി കൊണ്ട് പോട്ട് ഫില്ല് ചെയ്യരുത്. കുറച്ച് കരി ഇട്ടതിന് ശേഷം കരിയുടെ നടുക്കായിട്ട് നമ്മുടെ പ്ലാന്റ് വെക്കുന്നതിനായിട്ട് ചെറിയൊരു സ്പേസ് ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ കരി ഇടുന്നതിന് മുന്നേ ആദ്യം തന്നെ പ്ലാന്റ് പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ പ്ലാന്റ് പോട്ടിംഗ് മീഡിയത്തിലേക്ക് ഒരുപാട് താന്നു പോവും. പിന്നെ നമ്മൾ പ്ലാന്റ് കുറച്ചൊന്ന് ചരിച്ച് വെച്ചിട്ട് വേണം പോട്ട് ചെയ്യാൻ. ഈ ഫെലനോപ്സിസിൻ്റെ ഇലകൾ വളരെ അടുത്തടുത്തായിട്ടാണ് വരണത്. അപ്പോൾ ഈ ഇലകളിൽ വെള്ളം തങ്ങി നിൽക്കാതെ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചരിച്ച് വെച്ചിട്ട് പോട്ട് ചെയ്യണം എന്ന് പറയണത്. ഇനി നമുക്ക് പ്ലാന്റിൻ്റെ ചുവട് ഭാഗം ഈ പോട്ടിംഗ് മീഡിയത്തിൽ നിന്ന് കുറച്ചൊന്ന് ഉയർന്ന് നിൽക്കണ വിധത്തിൽ ആ ഒരു ലെവലിൽ പ്ലാന്റ് വെച്ച ശേഷം ബാക്കിയുള്ള കരിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പോട്ടിംഗ് മീഡിയം ഒരുപാട് കുത്തി ഞെരുക്കി ടൈറ്റാക്കി വെക്കരുത്. പോട്ടിൽ നല്ല വായുസഞ്ചാരം ഉണ്ടായിരിക്കണം, എന്നാലാണ് വേരുകൾ നന്നായിട്ട് വളരുള്ളൂ. പിന്നെ നീളത്തിൽ വലിയ വേരുകൾ, അതായത് ഏരിയൽ റൂട്ട്സ്, അത് കുറച്ച് പുറത്തേക്ക് തന്നെ നിന്നോട്ടെ. പിന്നെ നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ ചെടിയുടെ ചുവട് ഭാഗം ഒട്ടും അനങ്ങരുത്. ചെടി എപ്പോഴും ഇളകിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വേര് പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ചെടിയുടെ കടഭാഗം, അതായത് ഈ വേര് കാണുന്ന ഭാഗം, ഈ ഭാഗം എപ്പോഴും കുറച്ചൊന്ന് ഓപ്പൺ ആക്കി തന്നെ വെക്കണം. കാരണം ഈ ഭാഗത്ത് നിന്നാണ് പുതിയ വേരുകൾ പൊട്ടി വരുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ ചുവട് ഭാഗം അപ്പുറത്തെ സൈഡും ഞാൻ ഇതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ പോട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ ചെടി നനച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലാന്റിൻ്റെ നനയും ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും രാവിലെ തന്നെ കൊടുക്കുക. ഇലകളുടെ ഇടയിലും പിന്നെ മുകളിൽ ഈ കൂമ്പിൻ്റെ ഭാഗത്തും ഒന്നും വെള്ളം തങ്ങി നിൽക്കാത്ത വിധത്തിൽ ഈ വേരിൻ്റെ ഭാഗവും പിന്നെ ഈ പോട്ടിംഗ് മീഡിയം മുഴുവനും അങ്ങനെ ഫോക്കസ് ചെയ്ത് നനച്ചാൽ മതി. പിന്നെ നമ്മൾ എങ്ങനെ നനച്ചാലും കുറച്ചൊക്കെ വെള്ളം ഈ ഭാഗങ്ങളിൽ എന്തായാലും വീഴും. ഈ ഫെലനോപ്സിസിൻ്റെ ഇലകളിൽ വെള്ളം തങ്ങി നിന്നാൽ പ്ലാന്റ് കേടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ രാവിലെ തന്നെ നനയ്ക്കുകയാണെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും വെള്ളവും ഫെർട്ടിലൈസറൊക്കെ കെട്ടി നിൽക്കണ്ടെങ്കിൽ അതൊരുവിധം ഉച്ചയാകുമ്പോഴത്തേനും ഡ്രൈ ആയിട്ട് പൊക്കോളും. പിന്നെ വേനൽക്കാലത്ത് എല്ലാ ദിവസവും പ്ലാന്റ് നനച്ചു കൊടുക്കണം. നല്ല മഴയുള്ള ദിവസങ്ങളിൽ നമ്മൾ പോട്ടിംഗ് മീഡിയത്തിൽ നനവുണ്ടോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് മാത്രം നനച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ചെടി നട്ട് കഴിഞ്ഞ് ഒരു മാസത്തോളം ചെടിയിൽ വേരൊക്കെ കുറച്ചൊന്ന് പിടിച്ച് വരണ വരെ നമ്മുടെ വീട്ടിലെ സാധാരണ പൈപ്പ് കൊണ്ട് നനക്കണതിനേക്കാളും ഇതേപോലത്തെ ഏതെങ്കിലും ഒരു സ്പ്രെയർ ബോട്ടിൽ ഉപയോഗിച്ച് നനക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ബിഗിനേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച്. പിന്നെ പ്ലാന്റ് പോട്ട് ചെയ്ത് ഒരു 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഫെർട്ടിലൈസർ കൊടുത്തു തുടങ്ങാം. ഒരു 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ പ്ലാന്റിൽ പുതിയ വേര് വന്നു തുടങ്ങും. ഫംഗിസൈഡൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലാന്റ് ഫംഗിസൈഡിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് അതേപോലെ തന്നെ പോട്ടിംഗ് മീഡിയവും ഫംഗിസൈഡിൽ നന്നായിട്ട് ട്രീറ്റ് ചെയ്തെടുത്തതാണ്. ഇത് നമ്മൾ പ്ലാന്റ് പോട്ട് ചെയ്ത് 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തെ അപ്ഡേറ്റ് ആണ്. അപ്പോൾ പ്ലാന്റിൽ പുതിയ 2 റൂട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു റൂട്ടും പിന്നെ അടിയിൽ അപ്പുറത്തെ സൈഡിൽ ചെറിയൊരു റൂട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കാണുന്ന ചെറിയ വേര് ആ വലിയ പീസ് കരിയിൽ കുറച്ചൊന്ന് നന്നായിട്ട് പിടിച്ച് നമ്മുടെ പ്ലാന്റ് പോട്ടിൽ കുറച്ചൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന ചെറിയ പീസ് കരി, അതായത് ആ വേരിൻ്റെ അവിടെ നിന്ന് കുറച്ചൊന്ന് നീങ്ങിയിട്ടുള്ള എൻ്റെ വിരലിൻ്റെ താഴെയുള്ള ഈ ഒരു പീസ് കരി, അത് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ പ്ലാന്റിൻ്റെ ഈ കടഭാഗത്ത് കുറച്ചും കൂടി ഒന്ന് എയർ സർക്കുലേഷൻ കൂടും. അന്ന് പ്ലാന്റ് നട്ട സമയത്ത് പ്ലാന്റ് പോട്ടിൽ കുറച്ചും കൂടി ഒന്ന് ഫേം ആയിട്ടിരിക്കാൻ വേണ്ടി വെച്ചതാണ് ഈ ഒരു പീസ് കരി. ഫെലനോപ്സിസിന് നല്ല ഷെയ്ഡ് വേണം, അതേപോലെ തന്നെ നല്ല വായുസഞ്ചാരവും കിട്ടണം. ഡയറക്റ്റ് സൺലൈറ്റ് ഒട്ടും പാടില്ല. അതേസമയം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രകാശം ഒരുപാട് കിട്ടുകയും വേണം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ പ്ലാന്റ് വെക്കുക. പിന്നെ ഈ കാണുന്ന ഫെലനോപ്സിസ് നമ്മൾ നേരത്തെ പോട്ട് ചെയ്ത പ്ലാന്റിൻ്റെ ഒപ്പം തന്നെ പോട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിലും പുതിയ 2 റൂട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്ന റൂട്ടും പിന്നെ അടിയിൽ അപ്പുറത്തെ സൈഡ് വേറൊരു ചെറിയ റൂട്ടും. പിന്നെ ഇതിൽ മുകളിലത്തെ ലീഫ് കുറച്ചും കൂടി ഒന്ന് വലുതായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പ്ലാന്റ് നമ്മളിപ്പോൾ കാണിച്ച 2 പ്ലാന്റ്സ് നടുന്നതിന് 2 ആഴ്ച മുമ്പ് നട്ടതാണ്. അപ്പോൾ ഇതിൽ പുതിയ 4 റൂട്ട് നമുക്ക് കാണാം. പിന്നെ നമ്മൾ കുറേ പ്ലാന്റ്സ് ഒരുമിച്ച് പോട്ട് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൽ 2 റൂട്ട് വന്നുള്ളൂ, ഒരെണ്ണത്തിൽ 4, അങ്ങനെ കണ്ടിട്ട് നമ്മൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പ്ലാന്റ്സിന് കൊടുക്കണം കെയറും ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ എല്ലാ പ്ലാന്റ്സിലും ഒരുപാട് പുതിയ റൂട്ട്സ് ഇനിയും വന്നോളും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടി പറഞ്ഞതാണ്.
പിന്നെ ഇതാണ് ഞാൻ വീഡിയോയിൽ പോട്ട് ചെയ്ത് കാണിച്ച നമ്മുടെ പ്ലാന്റിൻ്റെ ജൂൺ ഫസ്റ്റ് വീക്കിലെ അപ്ഡേറ്റ്. അപ്പോൾ നമ്മുടെ പ്ലാന്റിൽ ഹെൽത്തി ആയിട്ടുള്ള 2 സ്പൈക്ക് വന്നിട്ടുണ്ട്. പ്ലാന്റും അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്. വേരൊക്കെ അടിയിൽ നന്നായിട്ട് പിടിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡും വേരൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ പ്ലാന്റിൻ്റെ കടഭാഗത്തും ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള പുതിയ റൂട്ട്സ് വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ റെഗുലറായിട്ട് ഇടയ്ക്കൊക്കെ ഈ ചെടിയുടെ ഇലകളിലും വേരുകളിലും ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആണെന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തണം. പിന്നെ മാസത്തിലൊരിക്കൽ സാഫ് പോലുള്ള ഫംഗിസൈഡ് എന്തായാലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം ഞാൻ ഫെബ്രുവരിയിൽ തന്നെ പോട്ട് ചെയ്ത മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ എല്ലാത്തിലും ബഡ് വന്നിട്ടുണ്ട്. പിന്നെ ഈ സെൻറ്ററിൽ കാണുന്ന ഈ വലിയ സ്പൈക്ക് വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റ് മാത്രമാണ് ഞാൻ ജനുവരിയിൽ വാങ്ങിച്ച മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്. അപ്പോൾ ഇതിൽ കുറച്ച് നേരത്തെ തന്നെ ബഡ് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ റീപ്പോർട്ട് ചെയ്ത്. ഇതിൽ മറ്റേ പ്ലാന്റ്സിനെ അപേക്ഷിച്ച് കുറച്ച് നേരത്തെ സ്പൈക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ മുമ്പ് ഫ്ലവേഴ്സ് കൊഴിഞ്ഞു പോയ ആ സ്പൈക്കിൽ ഞാൻ ആ നോഡിൻ്റെ കുറച്ച് മുകളിലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഭാഗത്ത് ഞാൻ സാഫ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ നോഡിൻ്റെ അവിടെ നിന്നും ചെറിയൊരു സ്പൈക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന എല്ലാ പ്ലാന്റ്സിലെയും കംപ്ലീറ്റ് ഫ്ലവേഴ്സും വിരിഞ്ഞു വരുമ്പോൾ ഏകദേശം 2.5 മാസത്തോളം എടുക്കും. പിന്നെ ഇതാണ് ഞാൻ വീഡിയോയിൽ നമ്മുടെ പ്ലാന്റ് പോട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് കാണിച്ച പ്ലാന്റ്. അപ്പോൾ ഇതിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്